സോ വാട്സ് അങ്ങനെ ഇപ്പോൾ കത്തി നിൽക്കുന്ന വിഷയമാണ് മൂവി റിവ്യൂസ് ഇഷ്യൂ ഒക്കെ. അതിൽ തന്നെ ഏറ്റവും വലിയൊരു വ്യക്തിയാണ് ഉണ്ണി എന്ന് പറയുന്ന ഒരു വ്യക്തി. ആ ഉണ്ണി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വീഡിയോ ഇപ്പോൾ ഭയങ്കര ട്രോളാവുന്നുണ്ട്, ഭയങ്കര രീതിയിൽ ആൾക്കാർ കുത്തിപ്പോക്കുണ്ട്. സിനിമയുടെ ഒന്നാമത്തെ പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയത്, അത് ഞാൻ ഒന്നാമത്തെ പോസിറ്റീവായിട്ട് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തിയേറ്റർ ഇളകി മറിയായിരുന്നു. അത് മോഹൻലാൽ ഫാൻസിന് സന്തോഷിക്കാനുള്ള വകയുണ്ട് എന്നുള്ളതാണ്. സിനിമയിൽ മാക്സിമം പോയ ഒരു 5 മിനിറ്റോ മറ്റോ ഉണ്ടാവുള്ളൂ അദ്ദേഹം സ്ക്രീനിൽ വന്നു പോകുന്നത്, കൂടിപ്പോയ ഒരു 10 മിനിറ്റ് ഉണ്ടാവും. ആ 10 മിനിറ്റിൽ നിന്നൊരു 30 സെക്കൻഡ് കട്ട് ചെയ്തെടുത്ത് അടുത്തൊരു 2 വർഷത്തേക്ക് വാട്സപ്പ് സ്റ്റാറ്റസ് ഇടാനുള്ള സാധനം വിഷ്വലി ആണെങ്കിലും ലാലേട്ടനെ ലാസ്റ്റ് കാണിക്കുന്ന ആ ഒരു ഫ്രെയിം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര രസമാണ്. എന്തോ എന്നെ ഇഷ്ടമാണ് ആളുകൾക്ക്. കൈയടിച്ച് ആഘോഷമായിട്ട് ഇരുന്ന് കാണാനുള്ള അത്രയും സെക്കൻഡ്സേ ഉള്ളൂ, പക്ഷെ അത് കൈയടിച്ച് ആഘോഷമായിട്ട് ഇരുന്ന് കാണാനുള്ളതാണ്. ഒക്കെ നിങ്ങൾ കാണാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ജയിലറിൻ്റെ റിവ്യൂ ആണ്. സോ ജയിലർ റിവ്യൂവിൽ പറയുന്നുണ്ട് എനിക്ക് ലാലേട്ടൻ വരുന്ന ആ സീൻ ഇഷ്ടപ്പെട്ടു കാരണമൊക്കെ പറയുന്നുണ്ട്. ഇനി ഈ അടുത്ത് കൊടുത്തൊരു ഇന്റർവ്യൂവിൽ ഒരു കാര്യം പറയുന്നത് അത് വ്യക്തമായിട്ട് തന്നെ കേൾക്കൊക്കെ. അത് ബേസിക്കലി ഗിമ്മിക്കാണ് മോഹൻലാലിനെ കൊണ്ടത്. ഇപ്പോൾ മോഹൻലാൽ മറ്റേ രണ്ടാമത് വരുന്നൊരു സീനിൽ പുള്ളി മറ്റേ 3 ലോറി മറിയുന്നുണ്ട്. ഈ ലോറി മറിയുന്നത് കാണാൻ മുംബൈയിലെ ഒരു ഡോൺ അയാളുടെ ഇസൂസു വണ്ടി എടുത്ത് നേരെ പോയി റോഡിന്റെ നടുക്ക് നിൽക്കുക. ഇയാൾ ജീവിതത്തിൽ ആദ്യം മറ്റേ JCB കാണാൻ വേണ്ടിയിട്ട് കുട്ടികൾ പോയി നിൽക്കുന്ന പോലെ ഒരു ഡോൺ പോയി നിൽക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ബേസിക് കൺസെപ്റ്റ്. ഓ അങ്ങനെ അപ്പോ അല്ലെ നേരത്തെ പറഞ്ഞ ഒന്നുകൊണ്ട് സൈഡിൽ ഇട്ടാ, നേരത്തെ പറഞ്ഞ ചെറിയൊരു ഭാഗം ഒന്നും ഇട്ടാലോ. ഓക്കെ, സിനിമയിൽ മാക്സിമം പോയ ഒരു 5 മിനിറ്റോ മറ്റോ ഉണ്ടാവുള്ളൂ അദ്ദേഹം സ്ക്രീനിൽ വന്നു പോകുന്നത്, കൂടിപ്പോയ ഒരു 10 മിനിറ്റ് ഉണ്ടാവും. ആ 10 മിനിറ്റിൽ നിന്നൊരു 30 സെക്കൻഡ് കട്ട് ചെയ്തെടുത്ത് അടുത്തൊരു 2 വർഷത്തേക്ക് വാട്സപ്പ് സ്റ്റാറ്റസ് ഇടാനുള്ള സാധനം ഉണ്ട്. അത് എന്ത് കൺസെപ്റ്റ് ആണെന്ന് ഞാനിങ്ങനെ ആലോചിച്ചു ആ വിഷ്വൽ വരുമ്പോൾ. പുറത്തിറങ്ങിയുണ്ട് ഇത് എന്തിനാണ് ഇങ്ങനെ ഒരു ഷോ കാണിക്കുന്നത് എന്ന് പറയുന്ന ഒരു ചോദ്യം. അങ്ങനെ പറഞ്ഞ കാര്യം മാറ്റി പറഞ്ഞപ്പോഴാണ് ഈ സംഭവം എയറിലായത്. ഓക്കെ, ഇനി ബാക്കി കേട്ട് വെക്കാം. വിഷ്വലി ആണെങ്കിലും ലാലേട്ടനെ ലാസ്റ്റ് കാണിക്കുന്ന ഒരു ഫ്രെയിം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര രസമാണ്. കണ്ടോ, ഇഷ്ടം പോലെ ട്രോൾസ് വരുന്നുണ്ട്. ആദ്യം പറഞ്ഞു ലാലേട്ടൻ അടിപൊളിയാണ്, ഇതാണ് മറിച്ചാണ്. ഫാൻസുകാരെ വെച്ച് റീച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ അതിനെ പറയും. കാരണം ഫാൻസാരെ ഇത് സംഭവം ഫാൻസാരെ എന്തായാലും ഇത് എടുത്ത് ഇതിനൊരു കട്ടെടുത്ത് ഫാൻസാരെ എന്തായാലും ഇത് സ്റ്റാറ്റസ് ആക്കി വെക്കും. ഓക്കെ, അപ്പോൾ അതിലൂടെ വ്യൂവർഷിപ്പ് ഉണ്ടാക്കാനാണോ ഇനി ഇത് കോൺട്രവേഴ്സർ ആക്കിയിട്ട് ഇതിലൂടെ വ്യൂവർഷിപ്പ് ഉണ്ടാക്കാണ്? ഇപ്പോഴത്തെ സിനിമയുടെ കാര്യം കത്തിനിക്കുന്ന സമയമാണല്ലോ. ഈ സിനിമ കത്തിനിക്കുന്ന സമയത്ത് ഒന്നും കൂടി ഒന്ന് പൊളിപ്പിച്ചാൽ ഇത് ട്രോളായി വന്നാൽ എനിക്കൊന്നുകൂടി റീച്ച് ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ്. കാരണം അഷിത് കോക്കനൊക്കെയാണ് എല്ലാവരും വിളിക്കണത്, ഉണ്ണിനാരും വിളിക്കില്ല. അപ്പോൾ ഉണ്ണിക്കിന് വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ പ്രശ്നം ഉണ്ടാക്കി ഉണ്ണിക്കും കയറിച്ചല്ല ഏത്. അപ്പോൾ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ബൈ.